കുടിവെള്ള പദ്ധതിക്ക് ഊന്നൽ നൽകി ശ്രീനാരായണപുരം പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 47,78,73,403 രൂപ വരവും 45,77,26,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന വാർഷിക ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപാണ് അവതരിപ്പിച്ചത്. ഏതൊരു സുസ്ഥിര വികസന നയവും സ്വീകരിക്കുമ്പോഴും ഏറ്റവും ദരിദ്രന്റെ മുഖമാണ് മനസ്സിൽ തെളിയേണ്ടത് എന്ന മഹാത്മാവിന്റെ വചനം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ ബജറ്റ് ഏവരുടെയും മുൻപാകെ സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഈ ബജറ്റിൽ എല്ലാ മേഖലകൾക്കും അർഹമായ പ്രാധാന്യം നൽകുവാൻ കഴിഞ്ഞു എന്ന വിശ്വാസമുണ്ട്. ബജറ്റിന്റെ വിഭവ സ്രോതസ്സുകൾ, വകയിരുത്തലുകൾ എന്നിവയുടെ സംക്ഷിപ്തം ഈ ബജറ്റ് സ്റ്റേറ്റ്മെന്റിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഉൽപാദന മേഖല, കൃഷി, മൃഗസംരക്ഷണ മേഖലകളിൽ മികച്ച നേട്ടം കൈവരിക്കുന്നതിന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. തൽഫലമായി ഭൂപ്രകൃതിക്കിണങ്ങുന്ന തരത്തിൽ നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് തെങ്ങ് കൃഷി, പച്ചക്കറി കൃഷി, വാഴ കൃഷി, കിഴങ്ങുവർഗ കൃഷി, പുരയിട കൃഷി, ഔഷധ സസ്യകൃഷി, കന്നുകുട്ടി പരിപാലനം, ക്ഷീരവികസനം, മത്സ്യകൃഷി തുടങ്ങിയവയ്ക്കും ഊന്നൽ നൽകുവാൻ ഉദ്ദേശിക്കുന്നു. കൂടാതെ ജൈവ കൃഷി രീതി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളും ഈ മേഖലയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. വരുന്ന വർഷവും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് 2.3 കോടി രൂപ ഉൽപാദന മേഖലയ്ക്കായി മാറ്റിവെച്ചിട്ടുള്ളതാണ്. കാർഷിക മേഖലയ്ക്ക് എല്ലാ വിധത്തിലും കരുത്തു പകരുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തീരദേശ സംരക്ഷണം, ജൈവ വൈവിധ്യ പരിപാലനം. പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിനുള്ള അടയാളപ്പെടുത്തലാണ്. സാമൂഹ്യ നീതിയിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള വികസനമാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഗാന്ധിജിയുടെ സ്വപ്നം 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ട സംസ്ഥാനമായി കേരളം മാതൃകയായത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഗാന്ധിജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കിയ കേരളം ഇന്ന് ഒട്ടേറെ മുന്നിലാണ് വിവിധ മേഖലകളിലുള്ള പ്രവർത്തനം. അത് മലയാളികളുടെ ഒരു സവിശേഷതയായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രാദേശിക കുടിവെള്ള പദ്ധതിക്ക് ഊന്നൽ നൽകുന്നതിന് സംസ്ഥാന സർക്കാർ വിഹിതം ഉൾപ്പെടെ 3 കോടി രൂപയും, ലൈഫ് ഭവന പദ്ധതിക്ക് 3.5 കോടി രൂപയും, ഉൽപാദന മേഖലയ്ക്ക് 2,30 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. പുതിയ സാമ്പത്തിക വർഷത്തിൽ സ്മാർട്ട് ഈസി കിച്ചൺ, പഞ്ചായത്ത് കെട്ടിടം, സബ് സെന്റർ, അങ്കണവാടി കെട്ടിടങ്ങൾ, റഫറൻസ് ലൈബ്രറി, ഹാപ്പിനെസ് പാർക്കുകളുടെ വിപുലീകരണം, പോഴങ്കാവ് കുളത്തിന്റെ വിപുലീകരണത്തിനുള്ള സ്ഥലമെടുപ്പ് തുടങ്ങിയ വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA അയൂബ്, CC ജയ, PA നൌഷാദ്, സുബീഷ് ചെത്തിപ്പാടത്ത്, സൗദ നാസർ, ഇബ്രാഹിംകുട്ടി, രമ്യ പ്രദീപ് തുടങ്ങിയ ജനപ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സെക്രട്ടറി രഹന P ആനന്ദ്, അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു, ജൂനിയർ സൂപ്രണ്ട് രതീഷ്, ഹെഡ് ക്ലർക്ക് റെജീന, അക്കൗണ്ടന്റ് വനജ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു.